ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന പേരിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസം പിന്നിടുകയാണ്. അമേരിക്കയും ഇസ്രായേലും ധരിച്ചു വെച്ചിരുന്നത് ഏതാണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് യുദ്ധം അവസാനിപ്പിച്ച് അവർക്ക് തടിയൂരാമെന്നായിരുന്നു. എന്നാൽ യുദ്ധം തുടങ്ങി 30 ദിവസം പിന്നിടുമ്പോൾ യുദ്ധം 10 മടങ്ങ് രൂക്ഷമാവുകയല്ലാതെ കുറഞ്ഞു വരുന്നില്ല. അമേരിക്ക വലിയൊരു കുരുക്കാണ് ഇതിലൂടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അമേരിക്കക്ക് ഒരു ദിവസം യുദ്ധത്തിന് വേണ്ടി വരുന്നത് $1 ബില്യൺ. ഇതുവരെ ഏതാണ്ട് 45 ബില്യണിലധികം ഡോളർ അവർക്ക് ചെലവാക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് ഇന്ത്യൻ പണത്തിൽ കണക്കാക്കിയാൽ ഏകദേശം 4 ലക്ഷം കോടിയിലധികം വരും. ഇത് വലിയൊരു ചെലവാണ്. ഏതാണ്ട് ഇപ്പോൾ തന്നെ അമേരിക്ക $35 ബില്യൺ ആഭ്യന്തര കടത്തിലാണ്. ഈ കടം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. അത് മാത്രമല്ല, യുദ്ധത്തിനുള്ള ചെലവ് കൂടി വരുമ്പോൾ മറ്റു അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള ചെലവ് ബജറ്റിൽ കുറയ്ക്കേണ്ടി വരുന്നു. ഇത് വലിയ മുറുമുറുപ്പ് ആഭ്യന്തര ലെവലിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കൂടാതെ ഈ യുദ്ധം തുടങ്ങിയത് അനാവശ്യമാണെന്ന് ചിന്തിക്കുന്നവരാണ് അമേരിക്കയുടെ സഖ്യകക്ഷികളെല്ലാം തന്നെ. എല്ലാ സഖ്യകക്ഷികളും യുദ്ധത്തിന് അമേരിക്കയുടെ കൂടെ ഇല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അമേരിക്ക വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം ആയുധങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് പറ്റിയ വലിയ പിഴവ്. ഇറാൻ അതിൻ്റെ ഏറ്റവും ദൈർഘ്യമേറിയ മിസൈൽ സിസ്റ്റം പുറത്തെടുക്കുന്നത് അവസാന ഘട്ടത്തിലാണ്. മികച്ച പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് ഒരു സൂയിസൈഡ് മോഡിൽ പോകുന്ന ഇറാന്റെ മുന്നിൽ അമേരിക്ക ചെറിയ തോതിലെങ്കിലും പതറി വരുന്നുണ്ട്. ഏകദേശം ഒരാഴ്ചയോളം യുദ്ധവിരാമം കുറിച്ചത് ഇതിന്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മിലിറ്ററി ചെലവ് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം കൂടുന്നു. വിലക്കയറ്റം കൂടുന്നത്, എണ്ണയുടെ ലഭ്യത കുറയുന്നതും എണ്ണ വില കൂടുന്നതും രാജ്യത്തെ വിലക്കയറ്റം കൂടുന്നതും വലിയ സംഘർഷങ്ങൾക്കിടയാക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നും അമർഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അവർ അമേരിക്കക്കെതിരെ രഹസ്യമായിട്ടാണെങ്കിലും രംഗത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. യുദ്ധം ഇനിയും തുടരുകയാണെങ്കിൽ എണ്ണവില ഇരട്ടിയിലധികമാകും. സ്വാഭാവികമായിട്ടും രാജ്യങ്ങളിലെ വിലക്കയറ്റം വർദ്ധിക്കും. രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ വളരെ താഴോട്ട് പോകും. ഈ ഒരു സമ്മർദ്ദം പല രാജ്യങ്ങളും അമേരിക്കയ്ക്ക് നേരെ പ്രയോഗിക്കുന്നുണ്ട്, അമേരിക്കയോട് പറയുന്നുണ്ട്. സോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദം മറ്റു രാജ്യങ്ങളും നേരിടുന്നു, ആഭ്യന്തരമായിട്ടും നേരിടുന്നു. താങ്ക് യു. ഇനിയും കാണാം.